ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിജി മീജ. അപ്പം നമ്മൾ നോക്കുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. വീഡിയോസ് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആയിരിക്കും, അപ്പോൾ അത് മൊത്തമായിട്ട് കാണാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഫയൽ ഓർഗനൈസേഷൻ ആണ്. അതായത് ഫയൽസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഫയൽസ്, അതായത് കുറേ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് സബ്സ്ക്രൈബ് ഷെയറിൻ്റെ ഒരു ഐക്കണൊക്കെ കാണാറില്ലേ ഇടയ്ക്ക് വീഡിയോസിൽ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫയലുകളുടെ പേരും അതുപോലെ ഫയലുകൾ ഏതൊക്കെയാണ്, ആദ്യം ഇടേണ്ട ഫയൽ ഏതാണ്, രണ്ടാമത് ഇടേണ്ട ഫയൽ ഏതാണ്ട്, മൂന്നാമത് ഇടേണ്ട ഫയൽ ഏതാണ്, അതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ വീഡിയോനനുസരിച്ച് അതെടുത്ത് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കാനും പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഫയൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതാണ് ആദ്യത്തെ മെയിനായിട്ടുള്ള. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കീസിന് ഷോർട്ട് കട്ട്, അതായത് എഡിറ്റ് ചെയ്യണ ഓരോന്നിനും ഓരോ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഷോർട്ട് കട്ട്സ് കണ്ടുപിടിച്ച് വെക്കുക, അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഷോർട്ട് കട്ട്സ് നെറ്റിൽ നോക്കിയതിനെ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് നെറ്റിൽ നോക്കിയതിനെ കിട്ടും. അപ്പോൾ ആ ഷോർട്ട് കട്ട്സ് എടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ചുമരിൻ്റെ സൈഡിലോ ഒട്ടിച്ച് വയ്ക്കുക. അത് നേരെ മുന്നിൽ കാണണം, എഡിറ്റ് ചെയ്യുമ്പോൾ നേരെ മുന്നിൽ കാണണം എന്ത് സാധനമാണോ അവിടെ ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ സൈഡിലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫയൽസിനൊരു ഓപ്പൺ ചെയ്യണതാണെങ്കിൽ കൺട്രോൾ ഓയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഫോണിലാണ് ചെയ്യാറ്. മിക്കതിനും കൺട്രോൾ ഓയൊക്കെയാണ് വരാറ്. സേവ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ എസ്, എക്സ്പോർട്ട് ആണെങ്കിൽ അതിന് വേറെയാണ്. അങ്ങനെയൊക്കെയാണ് വരാറ്. എനിക്ക് ശരിക്കും അറിയുന്നില്ല. അപ്പം നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് അത് എഴുതി വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എഴുതി വെച്ച് ഒരു 5-6 വട്ടം അല്ലെങ്കിൽ 10-15 വട്ടം ചെയ്യുമ്പോഴേക്കും നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അല്ലെങ്കിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ പഠിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കീബോർഡിൻ്റെ ഷോർട്ട് കട്ട്സ് പഠിക്കുക. മൂന്നാമത് പറയുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ് വേണം. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കയറുമ്പോൾ തന്നെ ഒരു നല്ല കൂളായിട്ടുള്ള മൈൻഡിൽ വേണം എഡിറ്റ് ചെയ്യാനിരിക്കാൻ. പെട്ടെന്ന് തന്നെ ചാടിപ്പടിഞ്ഞ് എഡിറ്റ് ചെയ്യാണ്ടിരിക്കുക. കുറച്ച് സമയമൊക്കെ എടുത്ത് മെല്ലെ കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്യുക. നല്ല പാട്ടിനൊക്കെ അനുസരിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ലോണം സമയമൊക്കെ എടുക്കും. അപ്പോൾ ഒരു പേഷ്യൻ്റ് വേണം, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം. ഒരു 1-2 മണിക്കൂറിൻ്റെ വീഡിയോസ് ഒന്നും 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞില്ല എന്നൊന്നും ഒരിക്കലും കമൻറ്റ് ചെയ്യരുത്. ഇതിൻ്റെ അടിയിൽ 1 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ വീഡിയോ എന്തായാലും 1/2 മണിക്കൂറും 3/4 മണിക്കൂറും ചിലപ്പോൾ 1 മണിക്കൂറിന് മേലെയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് ഷോർട്ട് കട്ട്സ് കഴിഞ്ഞു നമ്മൾ പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കളർ ഗ്രേഡിയൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ പ്രീസെറ്റ്സ് നന്നായിട്ട് ഉപകാരപ്പെടും. ഞാൻ കളർ ഗ്രേഡിയൻ്റ് അധികം നോക്കാറൊന്നുമില്ല. കളറിനെ കുറിച്ച് ഞാൻ തീരെ നോക്കാറില്ല. ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യുക, ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കാറ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കളർ ഗ്രേഡിയൻറ്റ് അതുപോലെ വേറെ എന്തെങ്കിലും പ്രീസെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളും ഇങ്ങനെ കൺട്രോളും വേറെ സാധനങ്ങളും ഉപയോഗിക്കാണ്ട് പ്രീസെറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് നടക്കും. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൽ ഞാൻ പ്രീസെറ്റ്സ് ഉപയോഗിക്കാറില്ല. ഫോട്ടോ എഡിറ്റിങ്ങിലാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കാറ്. ഞാൻ ലൈറ്റ് റൂം ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രീസെറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഫോട്ടോ എഡിറ്റിംഗാണ് ഞാൻ നോക്കാറ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ പ്രീസെറ്റ്സ് എൻ്റെ ഫോണിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്രീസെറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കളർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം തന്നെ പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓരോ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീസെറ്റ്, അല്ലെങ്കിൽ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീസെറ്റ്, കളർ ഗ്രേഡിയൻറ്റിൻ്റെ പ്രീസെറ്റ് ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കുക. മ്യൂസിക്കിന് ട്രാക്ക് കൊടുക്കുക BGMനുസരിച്ച്. അതാണ് നമ്മുടെ 5ാമത്തെ പോയിന്റ്. ട്രാക്സ് ക്രിയേറ്റ് ചെയ്യുക, മ്യൂസിക്കിൻ്റെ മുകളിൽ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 5ാമത്തെ പോയിൻ്റാണ് അത്. ഇപ്പോൾ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രാക്കല്ല, ഓരോ സ്പേസ്, ഒരു വിടവ് അല്ലെങ്കിൽ ഒരു വര, ഓരോ ട്രാക്കിൻ്റെ മുകളിൽ ഓരോ BGMനുസരിച്ച് വരകൾ കൊടുക്കുക. അപ്പോൾ അത് ചെയ്യണോണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ എവിടെ കൊണ്ടുവന്നിടണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ 5ാമത്തെ പോയിന്റ്. അപ്പോൾ ഈ 5 പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതിലേത് പോയിൻ്റാണ് നിങ്ങൾ ചെയ്തത് അപ്പോൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലേത് പോയിൻ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതും കൂടി കമൻറ്റ് ചെയ്യുക. അതുപോലെ മൊത്തത്തിൽ കമൻറ്റ് കൊണ്ട് നിറയ്ക്കുക, അതുപോലെ ലൈക്ക് കൊണ്ട് നിറയ്ക്കുക, അതുപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടി വെക്കുക.